13കാരിയെ പീഡിപ്പിച്ച ഗർഭിണിയാക്കിയ കേസിൽ വിചാരണ നടക്കവേ മുങ്ങിയ പോക്സോ കേസ് പ്രതി 4 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. പാലക്കാട് ചിറ്റൂർ സ്വദേശി ശിവകുമാറിനെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടുമ്പോൾ രൂപവും ഭാവവും ഒക്കെ പാടെ മാറിയിരുന്നു. പോലീസ് എത്തുമ്പോൾ സന്യാസി എന്ന വ്യാജേനെ കഴിയുകയായിരുന്നു ഇയാൾ. കേസിനാസ്പദമായ സംഭവം. 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇയാൾ അന്നേ വർഷം തന്നെ പിടിയിലായി. ജയിൽവാസത്തിനു ശേഷം ജാമ്യം ലഭിച്ചു. കേസിൽ വിചാരണ തുടങ്ങി. വിചാരണയ്ക്കിടെയാണ് ഇയാൾ മുങ്ങിയത്. തുടക്കത്തിൽ വിചാരണയ്ക്കെത്തിയ ശിവകുമാർ പിന്നെ വരാതെയായി. ഇതിനോടകം ആൾ സ്ഥലം വിട്ടിരുന്നു. തുടർച്ചയായി വിചാരണയ്ക്കെത്താത്തതിനെ തുടർന്ന് കോടതി സമൻസ് പുറപ്പെടുവിച്ചു. സമൻസ് അറസ്റ്റ് വാറന്റായി മാറി. ഇതോടെ ഇയാൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. മുങ്ങുന്നതിനു മുമ്പ് മൊബൈൽ ഉപേക്ഷിച്ചു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് തിരുവണ്ണാമലയിൽ പരിശോധന നടത്തിയത്. ഇവിടെ എത്തിയ പോലീസ് ആളെ കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടി. പരിചിതനായിരുന്ന ശിവകുമാറിന്റെ മുഖമായിരുന്നില്ല തമിഴ്നാട്ടിൽ ശിവകുമാറിന്. താടി നീട്ടി കാഷായ വസ്ത്രം ധരിച്ച് സന്യാസി എന്ന വ്യാജേനെ ജീവിക്കുകയായിരുന്നു. പോക്സോ കേസിൽ രക്ഷപ്പെട്ടെത്തിയതാണെങ്കിലും ശിവകുമാറിന്റെ ക്രിമിനൽ സ്വഭാവത്തിന് പക്ഷേ ഇപ്പോഴും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയും ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തിത്തരാമെന്ന് പറഞ്ഞ് പണം പറ്റിക്കുന്നുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസിന്റെ മുമ്പിൽ പെട്ടെന്ന് ബോധ്യപ്പെട്ടതോടെ വലിയ സാഹസത്തിനൊന്നും മുതിരാതെ അച്ചടക്കമുള്ള കുട്ടിയെപ്പോലെ പോലീസിനോടൊപ്പം നടന്നു. നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്.